വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. എന്തിൻ്റെ കൂടെ എന്നുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളൊന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കിലോ ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ എടുക്കുന്നത് അത് ചെറിയ ചെമ്മീനാണെങ്കിൽ അത് മതിയാവും. അതല്ല ഇച്ചിരി വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി വേണ്ടത് നമ്മുടെ ഈ ചെമ്മീൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കണം. ഇതുപോലെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇതൊന്നും ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത്രയും സമയം കൊണ്ട് ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം നമ്മുടെ ഈ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. എന്നാൽ ശരി, 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതെടുക്കാം. ഒരു 1/2 മണിക്കൂറിന് ശേഷം ഇനി നമുക്കൊരു തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണം ചേർക്കാനായിട്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചെമ്മീനെല്ലാം ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ വളരെ പെട്ടെന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ഒരുപാട് സമയമായിട്ട് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇച്ചിരി റബ്ബർ പോലെ, അതായത് ഇച്ചിരി കല്ല് പോലെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മാക്സിമം ഒരു 4-5 മിനിറ്റ് മാത്രം മതി നമ്മൾ ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എണ്ണ കൂടുതലായിട്ട് തോന്നുന്നതല്ല, നമ്മുടെ ഈ ചെമ്മീനിലുള്ള വെള്ളം ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിക്ക് കുറച്ച് എണ്ണ കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് ഹൈയിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് എണ്ണ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം എടുക്കാവുന്നതാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ എണ്ണയെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അധികമായിട്ടൊന്നും വലിച്ചെടുത്തിട്ടില്ല നമ്മുടെ ചെമ്മീന്. അപ്പോൾ അത് ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയ ചെറിയുള്ളിയിൽ ഒരു 20ഓളം ചെറിയുള്ളി ഈ ഒരു രീതിക്കൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. 200 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. ആ ഒരു സമയം വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുള്ളൂ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേക്കണം. ഫ്ലെയിം ഈ സമയത്തെല്ലാം നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയുള്ളിയെല്ലാം ഏകദേശം കളറെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം വെച്ചാൽ ഇത്രയും ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ചേർക്കുന്നത്. കൂടെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ധാരാളം മതിയാവും. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം.
കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നവരെ മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 സെക്കൻഡ് മുതൽ 45 സെക്കൻഡ് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ആ മസാലകളൊക്കെ ഒന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുകയാണ്. തക്കാളി എല്ലാം വെന്തുടയണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ ഈ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 തണ്ട് അളവിൽ കറിവേപ്പിലയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനെല്ലാം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെമ്മീനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുള്ള ചെമ്മീനാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് സമയം ഇട്ട് നമ്മൾ ഇനി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മസാലകളൊക്കെ നമ്മുടെ ഈ ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഡ്രൈ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ ഒന്നിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല സൂപ്പറായിട്ട് നമുക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. എത്ര എളുപ്പത്തിലാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയേക്കണം കേട്ടോ. ചെമ്മീനൊക്കെ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞതുപോലെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്ക് ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. അപ്പോൾ നിങ്ങൾ അയക്കുന്ന ഫോട്ടോസ്, മെയിലിലൂടെ ഫോട്ടോസ് അയക്കുന്നതും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അയക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളെ തുടർന്നും നിങ്ങളുടെ റെസിപ്പിയുടെയൊക്കെ ഫോട്ടോസൊക്കെ എനിക്കൊന്ന് അയച്ചേക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. Ta-ta!